ഇന്ത്യയിൽ തന്നെ വളരെ വലിയ പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നമ്മൾ ലാബ് ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുകയാണ്. നമുക്ക് ടോട്ടൽ 520 വാക്കൻസീസ് ആണ് പറയുന്നത്. 4-ാം തീയതിയാണ്, ജൂലൈ 4-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു മാസമുണ്ട്. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. 35,400 to 1,12,400 ആണ് സാലറി സ്കെയിൽ പറയുന്നത്. വളരെ നല്ലൊരു സാലറി സ്കെയിൽ ആണ്. പിന്നീട് നോക്കാം, ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നോക്കാം. അങ്ങനെ നമുക്ക് പറ്റില്ല. നമുക്ക് 18 മിനിറ്റേ ഉള്ള ഒരു സെക്ഷൻ കവർ ചെയ്യാൻ. ഹലോ ഓൾ, വെൽക്കം ടു എജുസ് അക്കാദമി. നമ്മൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ള എല്ലാവരുടെയും വലിയൊരു സ്വപ്നമായിരിക്കും അല്ലേ, ഇന്ത്യയിൽ തന്നെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വലിയൊരു സുവർണാവസരം വന്നു ചേർന്നിരിക്കുകയാണ്. ലാബ് ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ വന്നു. എവിടേക്കാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമ്മൾ PGIMER അതുപോലെ തന്നെ നമ്മൾ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ വഴി ഇന്ത്യയിൽ തന്നെ വെൽ നോൺ ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട്, അതായത് എയിംസ്, ജിപ്മർ, ESIC പോലുള്ള ഇന്ത്യയിൽ തന്നെ വളരെ വലിയ പ്രസിദ്ധമായ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നമ്മൾ ലാബ് ടെക്നീഷ്യൻ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരം ആരും പാഴാക്കരുത്. അപ്പോൾ ആ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. PGIMER അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവിടെ 2 സെന്റർ ആണ് പറയുന്നത്. PGIMER ചണ്ഡീഗഡ്, അതുപോലെ തന്നെ PGI സാറ്റലൈറ്റ് സെന്റർ സാൻഗൂർ പഞ്ചാബിലാണ്. 37 വാക്കൻസീസ് ആണ് അവിടെ ടോട്ടൽ ആയിട്ടുള്ളത്. അതുപോലെ CRE കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ വഴി നമുക്ക് എയിംസ്, ESIC, ജിപ്മർ, അതുപോലെ തന്നെ ലേഡി ഹാഡിൻസ് മെഡിക്കൽ കോളേജ് അവിടെയോട്ടൊക്കെ നമുക്ക് ടോട്ടൽ 520 വാക്കൻസീസ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. PGIMER അവിടെ 2 സെന്റർ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അവിടെ പോസ്റ്റ് നെയിം ജൂനിയർ ടെക്നീഷ്യൻ ആണ്. ലാബ് അവിടെ ഗ്രൂപ്പ് ബിയിലാണ് വരിക. അവിടെ ചണ്ഡീഗഡിൽ ടോട്ടൽ 31 വാക്കൻസീസ് ആണുള്ളത്. സാൻഗ്രൂർ പഞ്ചാബില് 6 വാക്കൻസീസ് ആണുള്ളത്. അപ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 12 വാക്കൻസി, അതുപോലെ തന്നെ SC/ST വിഭാഗത്തിന് 1 വാക്കൻസി ആണുള്ളത്. OBC 11, ദെൻ EWS 6 ആണുള്ളത്. ദെൻ നമ്മൾ PG സാറ്റലൈറ്റ് സെന്ററിലോട്ട് വരുമ്പോൾ അവിടെ ടോട്ടൽ 6 വാക്കൻസീസ് ആണ് ഉള്ളത്. അൺറിസർവ്ഡിന് 4ഉം അതുപോലെ SC/OBC വിഭാഗത്തിന് 1 വാക്കൻസി ആണ് ഉള്ളത്. ഇനി നമുക്ക് വാക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 4-ാം തീയതിയാണ്, ജൂലൈ 4-നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു മാസമുണ്ട്. ഓഗസ്റ്റ് 4-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ജൂനിയർ ലാബ് ടെക്നീഷ്യന്റെ നമ്മൾ പോസ്റ്റ് കോഡ് വരുന്നത് GTL/017 ആണ്. അതുപോലെ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു സാലറി സ്കെയിൽ തന്നെയാണ്. 35,400 to 1,12,400 ആണ് സാലറി സ്കെയിൽ പറയുന്നത്. വളരെ നല്ലൊരു സാലറി സ്കെയിൽ ആണ്. പിന്നെ ഏജ് ലിമിറ്റ് 18 to 30 ഇയേഴ്സ് ആണ്. ഏജ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC/ST കാറ്റഗറിക്ക് 5 ഇയർ, അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് 3 ഇയറുമാണ് റിലാക്സേഷൻ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് നോക്കാം. ക്വാളിഫിക്കേഷൻ പറയുന്നത് BSc MLT അല്ലെങ്കിൽ BSc പ്ലസ് ഡിപ്ലോമ ഇൻ MLT ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഓൺലി ദ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വിൽ ബി കൺസിഡേർഡ് ഫോർ എലിജിബിലിറ്റി. നമ്മൾ ക്വാളിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതാണ് ഒരു എലിജിബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെൻഷൻ ചെയ്യണം. നമ്മൾ എന്നാണ് ജോയിൻ ചെയ്തത്, അത് നമ്മളിപ്പോൾ കറന്റ് വർക്കിംഗ് ആണോ, എത്ര നാൾ വർക്ക് ചെയ്തിരുന്നു, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഡ്യൂട്ടീസ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് മെൻഷൻ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മൾ ലാബിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാറുണ്ടല്ലേ. നമ്മൾ വൈഡാസ്, വൈടെക്, ELISA, PCR, GDS അങ്ങനെ ഒരുപാട് മെഷീൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പേ സ്കെയിലും നമ്മൾ ആപ്ലിക്കേഷനിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അത് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ OBC EWS വിഭാഗത്തിനൊക്കെ 1,500 രൂപയും SC/ST കാറ്റഗറിക്ക് 800 രൂപയാണ് ഫീ വരുന്നത്. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് എക്സാം ഫീ ഇല്ല. ഓക്കെ, ദെൻ നമ്മൾ സിലബസ് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ സിലബസ് പറയുന്നത് നമ്മൾ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എന്തായിരുന്നു BSc MLT അല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോമ MLT പ്ലസ് BSc ആണ്. അപ്പൊ ആ ഒരു സെയിം ടോപ്പിക് തന്നെയാണ് നമ്മൾ എന്താ പറയാ സിലബസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ വിൽ ബി ബേസ്ഡ് ഓൺ ദ ടോപ്പിക് ഫ്രം ദ റെലവന്റ് എഡ്യൂക്കേഷൻ ഓർ പ്രൊഫഷണൽ കോഴ്സ്. നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊഫഷണൽ നമ്മൾ റെലവെന്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പറഞ്ഞല്ലോ, അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. നമ്മൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഏത് കോഴ്സാണ് അവർ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അത് റിലേറ്റ് ചെയ്തിട്ടാണ് സിലബസ് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ
നെഗറ്റീവ് മാർക്ക് നമുക്കറിയാം എല്ലാ എക്സാമിനുള്ള പോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.25 ആണ് നെഗറ്റീവ് മാർക്ക് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യാം. ഇനിയൊരു റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ട്. അപ്പൊ 40% ആണ് അൺറിസർവ്ഡ് ഓർ EWS പറയുന്നത്. അതുപോലെ SC/ST കാറ്റഗറിക്ക് 35% ആണ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ മാർക്കായിട്ട് പറയുന്നത്. നെക്സ്റ്റ് CRE ആണ്. അതിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള എയിംസ്, ESIC, ജിപ്മർ, അതുപോലെ ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജ്, ഇന്ത്യയിൽ തന്നെ വളരെ വെൽ നോൺ ആയിട്ടുള്ള മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അവിടെ 520 വാക്കൻസീസ് ആണ് ഉള്ളത്. അപ്പൊ ആരും ഈ അവസരം വിട്ടുകളയരുത്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് പറയുകയാണെങ്കിൽ 12/7/2025 നമ്മുടെ ജൂലൈ 12 ആണ് സ്റ്റാർട്ട് ചെയ്തത്. 31 7 വരെയാണ് ഡേറ്റ് ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമിന് ഒരു മാസം സമയമുണ്ട്, പക്ഷെ ഇവിടെ ആ സമയം ഇല്ല. ഓക്കെ, അപ്പോ വളരെ വേഗം തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാം. എക്സാം ഡേറ്റ് പറയുന്നത് 25 ഓഗസ്റ്റ് ആണ്. ഓക്കെ, ആകെ ഒരു മാസേ സമയമുള്ളൂ. അപ്പോൾ ഇനി സമയമില്ല അധികം. നമ്മൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക, ഉടനെ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കാം. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 31 ആണ്. 12 സ്റ്റാർട്ട് ചെയ്തു. ഇനി 25 ഓഗസ്റ്റ് 25 അല്ലെങ്കിൽ 26 എക്സാം നടക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാം പറഞ്ഞല്ലോ, എക്സാമിനേഷൻ പറഞ്ഞു. അപ്പൊ അതിൽ ഒരുപാട് പോസ്റ്റുകളും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിംസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഡിഫറെന്റ് വാക്കൻസീസ് ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്സിലും വളരെ ഡിഫറെന്റ് ആണ് ഓരോ വാക്കൻസീസ് ഒക്കെ. നമ്പർ ഓഫ് വാക്കൻസീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോക്കുക. അതുപോലെ പോസ്റ്റ് നെയിം, ചിലർ ലാബ് അറ്റൻഡന്റ് ആണ്. അതുപോലെ തന്നെ ചിലർ ജൂനിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് ആണ്, ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി, അങ്ങനെ ഓരോ ഡിഫറെന്റ് പോസ്റ്റ് നെയിമും ഇൻസ്റ്റിറ്റ്യൂട്ടും അവരുടെ ടോട്ടൽ വാക്കൻസി ആണ് നമ്മളിവിടെ ചാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കുക. നെക്സ്റ്റ് ഈ സെയിം ടേബിൾ തന്നെയാണ് നമ്മൾ ഓരോ ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ളത്. അതിൽ ശ്രദ്ധിക്കേണ്ടത് കേരളയിൽ 15 വാക്കൻസീസ് ആണുള്ളത്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ടോട്ടൽ ഒരു 41 അടങ്ങുന്ന ഒരു പോസ്റ്റ് നെയിമും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും അവിടെയുള്ള വാക്കൻസീസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ടോട്ടൽ 520 വാക്കൻസീസ് ആണുള്ളത്. അപ്പൊ നമ്മൾ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ആണ് അല്ലേ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. ഓരോ സെന്ററിലേക്കും സെപ്പറേറ്റ് അല്ല, എല്ലാം കൂടെ കോമൺ ഒരു എക്സാം ആണ്. നമ്മൾ അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റിൽ വരുന്നതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ ഓരോ സെന്ററിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പണ്ടെല്ലാം എൻട്രൻസ് എല്ലാം എഴുതിരുന്ന പോലെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ പണ്ടെല്ലാം ഓരോ കോളേജ് കൊടുക്കുമല്ലോ നമ്മൾ അലോട്ട്മെന്റിനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ എഴുതിയതിനു ശേഷം നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നതിനനുസരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ഓരോ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് റിക്രൂട്ട്മെന്റ് നടക്കുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ഓരോ ഏജ് റിലാക്സേഷൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഡിഫറെന്റ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ലാബ് അറ്റൻഡന്റ് ഗ്രേഡ് 2 ഏജ് 18 to 27 ആണ്. പക്ഷെ ലാബ് ടെക്നീഷ്യനിലോട്ട് വരുമ്പോൾ 21 to 30 ആണ്. അത് ഓരോ എയിംസ് തന്നെ ഡിഫറെന്റ് ഓരോ സ്റ്റേറ്റിലുണ്ടല്ലോ. അപ്പോൾ ഓരോ സ്ഥലത്തും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ പോസ്റ്റിന്റെ നേരെയും ഏജ് ഉണ്ടായിരിക്കും. അപ്പൊ അത് പ്രോപ്പറായിട്ട് നോക്കി പോവുക. കാരണം എല്ലാത്തിലും ഒരുപോലെ അല്ല. ഓക്കെ, ശ്രദ്ധിക്കണം. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ പോസ്റ്റിലും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വളരെ ഡിഫറെന്റ് ആണ്, സെയിം പോലെ അല്ല. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. നമ്മുടെ ഏജ് ഇതിനിടയിലാണോ വരിക എന്നുള്ളത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സാം എഴുതിന് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു സ്ക്രീൻ വരും, അത് നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഓരോരോ പോസ്റ്റും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിന്റെ ഏജ് റിലാക്സേഷനും ഏജ് കാറ്റഗറിയാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഓരോന്നും ഡിഫറെന്റ് ആണ്. എയിംസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എയിംസിൽ ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ആണ്. അതുപോലെ ലാബ് അറ്റൻഡന്റ്, അതുപോലെ തന്നെ ലാബ് ടെക്നീഷ്യൻ, ജൂനിയർ ലാബോറട്ടറി ടെക്നോളജിസ്റ്റ്, അതിന് ഓരോന്നിനും ഡിഫറെന്റ് ആണ്. അതൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് തന്നെ നേരെ കാണിക്കും. ഓക്കെ, ആ ഒരു സ്ക്രീൻ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ സിലബസ് നോക്കുവാണെങ്കിൽ ഈ ഗ്രൂപ്പ് 17 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാബ് ടെക്നീഷ്യൻ, ലാബ് അറ്റൻഡന്റ്, ടെക്നോളജിസ്റ്റ് റോളൊക്കെയാണ് വരിക. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം സിലബസ് ബേസ് ചെയ്തിട്ടുള്ളത് ലബോറട്ടറി ടെക്നോളജി ആ ഒരു സബ്ജക്ട് ബേസ് ചെയ്തിട്ടാണ് ആ സിലബസ് വരിക. അതുപോലെ സിലബസ് ലെവൽ വിൽ മാച്ച് റിക്വയർഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഫോർ ഈച്ച്
പോസ്റ്റ്. ഓക്കെ, നമ്മൾ എന്താണ് അവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സെയിം റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും, ആ ഒരു ബേസ് ചെയ്തിട്ടായിരിക്കും ആ സിലബസ്. ഓക്കെ, ആൻഡ് ഈച്ച് പോസ്റ്റ് സിലബസ് വിൽ ബി അലൈൻ വിത്ത് ദ സ്പെസിഫിക് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ചെയ്യാനുള്ള ഒരു റോളും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടി അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ആ സിലബസ് ഉണ്ടായിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമിനേഷൻ ഗ്രൂപ്പ് 17 കണ്ടക്ടഡ് ഇൻ ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഒരു ബൈലിംഗൽ ലാംഗ്വേജിൽ നമുക്കൊരു 10th അല്ലെങ്കിൽ +2 ലെവൽ ഡിപ്ലോമ ലെവൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ബൈലിംഗൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ബാച്ചിലർ അല്ലെങ്കിൽ ഹയർ ഡിഗ്രി ആണെങ്കിൽ ഇംഗ്ലീഷ് ഓൺലി ആണ്. അപ്പോൾ അത് ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നോക്കാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 90 മിനിറ്റ് ആണുള്ളത്. ഓക്കെ, 90 മിനിറ്റ് ആണുള്ളത്. 100 MCQs ആണ്. ഓരോ ക്വസ്റ്റിനും 4 മാർക്ക് വീതം, ടോട്ടൽ 400 മാർക്കാണ്. ഓക്കെ, നെഗറ്റീവ് മാർക്ക് 0.25 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ 20 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് ആ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 80 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ സബ്ജക്ട് റിലേറ്റ് ചെയ്തിട്ട് വരിക. നമ്മളെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 80 ക്വസ്റ്റ്യൻ, ബാക്കി 20 ജനറൽ നോളജ് ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സെക്ഷൻ ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ 5 സെക്ഷൻ ആണ്. ശ്രദ്ധിക്കണം, 5 സെക്ഷൻ ആണ്. 18 മിനിറ്റ് ആണ് ഓരോ സെക്ഷനും. ഓക്കെ, 90 മിനിറ്റ് ആണല്ലോ മൊത്തത്തിലുള്ളത്. അപ്പോൾ 5 സെക്ഷൻ ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻസ് ആയിരുന്നു? 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഓരോ സെക്ഷനിലും 20 ക്വസ്റ്റ്യൻ വീതം ഉണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം, ഒരു സെക്ഷൻ കവർ ചെയ്യാനായിട്ട് ആകെ 18 മിനിറ്റേ ഉള്ളൂ. 18 മിനിറ്റ് കൊണ്ട് നമുക്ക് 20 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റിന് തികച്ച് 1 മിനിറ്റ് പോലും ഇല്ല. അപ്പോൾ വളരെ നമ്മൾ നന്നായി പഠിച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു സ്പീഡ് നമുക്ക് വരുത്തി എടുക്കണം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്ത സെക്ഷനിലോട്ട് പോകും. കാരണം 5 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് കഴിഞ്ഞാൽ നേരെ അടുത്ത സെക്ഷനിലോട്ട് പോകും. പിന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഡൗട്ട് തോന്നി, ആ ക്വസ്റ്റ്യൻ അതാണോ ആൻസർ, പക്ഷെ ബാക്കിലോട്ട് പോകാൻ പറ്റില്ല. ഒരു സെക്ഷൻ നമ്മൾ 18 മിനിറ്റിനുള്ളിൽ കവർ ചെയ്യണം. ആ 18 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ 20 ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിവൈസ് ചെയ്യാം, നോക്കാം. പക്ഷേ മുന്നത്തെ സെക്ഷനിലോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം എക്സാം എഴുതുമ്പോൾ. അപ്പോൾ എല്ലാവരും ഉറപ്പിച്ച് തന്നെ ആ ഒരു ആൻസർ ഉറപ്പാണെങ്കിൽ മാത്രം അത് ആൻസർ ചെയ്യുക. നെഗറ്റീവ് മാർക്ക് ഒന്നും വരുത്തി വെക്കരുത്. പിന്നെ പിന്നീട് നോക്കാം, ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ നോക്കാം. അങ്ങനെ നമുക്ക് പറ്റില്ല. നമുക്ക് 18 മിനിറ്റ് ഉള്ള ഒരു സെക്ഷൻ കവർ ചെയ്യാൻ. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് 0.25 നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 4 മാർക്കാണുള്ളത്. 100 ക്വസ്റ്റ്യൻ ആണുള്ളത്. മൊത്തം 90 മിനിറ്റ് ആണുള്ളത്. 5 സെക്ഷൻ ആണുള്ളത്. ഓരോ സെക്ഷനിലും 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ സെക്ഷനിലും 18 മിനിറ്റ് വീതമാണ് ഉള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ക്വാളിഫയിങ്, നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ ഒരു ക്വാളിഫയിങ് മാർക്ക് വേണമല്ലോ. അതിലൊരു 40% ആണ് അൺറിസർവ്ഡ് അല്ലെങ്കിൽ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിൽ പറയുന്നത്, കാൻഡിഡേറ്റ്സിന് പറയുന്നത്. ദെൻ 35% ആണ് OBC കാൻഡിഡേറ്റ്സിന്. ദെൻ 30% ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന് വരുന്നത്. ഓക്കെ, അതുപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 30% ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ എക്സ് സർവീസ് മാൻ ഉണ്ടെങ്കിൽ അവരുടെ ക്വാളിഫയിങ് മാർക്കും അവരുടെ റെസ്പെക്റ്റീവ് അവരുടെ പോസ്റ്റ് അതിനനുസരിച്ചിട്ട് കാറ്റഗറി അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇനി ഒരു ടൈ ബ്രേക്കിംഗ് റൂൾ എന്ന് പറഞ്ഞാൽ സെയിം ഈക്വൽ മാർക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈക്വൽ മാർക്കാണ് വരുന്നതെങ്കിൽ ചില ഏരിയ എടുത്തിട്ട് അതിൽ ഹയസ്റ്റ് മാർക്ക് ആരാണ് സ്കോർ ചെയ്തേ നോക്കും. അല്ലെങ്കിൽ അതിലും കൂടെ നമുക്ക് ഈക്വൽ ആരാണ് ടോപ്പ് എന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നെഗറ്റീവ് മാർക്ക് കുറവ് ആർക്കാന്ന് നോക്കും. ഓക്കെ, അതിലും നമുക്ക് ഈക്വൽ മാർക്കാണ് വന്നതെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നോക്കുക. ഓക്കെ, ഓൾഡർ കാൻഡിഡേറ്റ്സിനാണ് ചാൻസസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നെഗറ്റീവ് മാർക്കൊന്നും ആരും വരുത്തരുത്. ഉറപ്പായുള്ള ക്വസ്റ്റ്യൻ, ഉറപ്പാണ് ആൻസർ ഉറപ്പാണെങ്കിൽ മാത്രം ആൻസർ ചെയ്യുക. പിന്നെ മാക്സിമം സ്പീഡിൽ ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനി സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, സ്കിൽ ടെസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗ്രൂപ്പ് 17 കോഡിനൊരു സ്പെസിഫിക് ആയിട്ട് സിലബസ് ഒരു സ്കിൽ ടെസ്റ്റ് ഒന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ചില റിക്രൂട്ട്മെന്റ് റൂളിൽ സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്കിൽ ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്കൊരു റാങ്ക് ലിസ്റ്റിലോടൊക്കെ വരുള്ളൂ. പിന്നെ സ്കിൽ ടെസ്റ്റ് പാസ്സാവാത്തൊരു ചില റിക്രൂട്ട്മെന്റ് റൂൾസിൽ അത് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. സ്കിൽ ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാക്സിമം അത് നമ്മൾ പാസ്സാവാനായിട്ട് നമ്മൾ നോക്കണം. ഓക്കെ, സ്കിൽ ടെസ്റ്റ് ഒന്നുമില്ല, നമ്മുടെ ബാക്കി ഇന്റലിജൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ടാവുള്ളൂ. ഇനി അപ്ലിക്കേഷൻ ഫീ പറയുകയാണെങ്കിൽ OBC ജനറൽ കാൻഡിഡേറ്റ്സിന് 3000 ആണ്. ദെൻ SC/ST കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ EWS കാൻഡിഡേറ്റ്സിന് വരുന്നത് 2400 ആണ്. ഓക്കെ, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ ഫീ ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു എയിംസ് CRE 2025 നോട്ടിഫിക്കേഷൻ. അതിൽ നമ്മൾ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ അതിൽ ഫസ്റ്റ് കാണുന്ന എടുക്കുന്നു CRE.
ദെൻ നമ്മൾ വ്യൂ ഡീറ്റെയിൽസ്. ഓക്കെ, അവിടെ ഒന്നുണ്ടാവും. നമ്മൾ ഈ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ, അതുപോലെ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ മുന്നത്തെയാണ്. അപ്പൊ 2025 അപ്പൊ അത് നമ്മൾ ആദ്യം ആ വ്യൂ ഡീറ്റെയിൽസ് എടുക്കാം. അതിനുശേഷം ലോഗിൻ ടു അപ്ലൈ. എന്താണ് ലോഗിൻ ടു അപ്ലൈ? അപ്പൊ ഓരോ സ്റ്റെപ്പ് ഒന്ന് നോക്കി വെക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ലോഗിൻ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്. നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നമ്മളെ നെയിം, നമ്മളെ ഫോൺ നമ്പർ, നമ്മൾ ഇമെയിൽ ID, ആധാർ നമ്പർ ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു OTP വരും. അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. അപ്പൊ നമ്മുടെ ഇമെയിൽ ID, നമ്മുടെ പാസ്വേഡും ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ലോഗിൻ ചെയ്യണം അല്ലേ? അത് വെച്ച് നമ്മൾ കോമൺ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ എടുക്കുന്നു. അവിടെ നമ്മൾ ലോഗിൻ ടു അപ്ലൈ. നേരത്തെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ആയിരുന്നല്ലോ. ഇവിടെ നമ്മൾ ലോഗിനിൽ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം. ലോഗിൻ അപ്ലൈ ചെയ്യുമ്പോൾ, ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഒരു ഇമെയിൽ ID അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിന്റെ പാസ്വേഡും മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലോഗിൻ ചെയ്യാം. അതിനുശേഷം ആഡ് ന്യൂ ആപ്ലിക്കേഷൻ. ഓക്കെ, ആഡ് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ തുറന്നു വരുന്ന പേജിൽ നമ്മൾ ഏത് പോസ്റ്റിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ലാബ് അറ്റൻഡന്റ് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് അങ്ങനെയാണല്ലേ നമ്മൾ അപ്ലൈ ചെയ്യണേ. അപ്പൊ അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഫാർമസി അങ്ങനെ ഒരു വേറെ പോസ്റ്റ് ഒക്കെ വരും. അപ്പൊ നമുക്കറിയാലോ നമുക്ക് ഏതിനാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുക. അപ്പൊ അവിടെ ഓരോ ഗ്രേഡും, നമ്മൾ ഓരോ പോസ്റ്റിന്റെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും, അതുപോലെ ക്വാളിഫിക്കേഷനും, അതുപോലെ ഏജ് വരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ പോസ്റ്റിനും ഡിഫറെന്റ് ആണ് ഏജ് ഉണ്ടാവുക. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ +2 വിത്ത് സയൻസ് ആ പറഞ്ഞിട്ടുള്ളൂ. ചിലതിൽ MLT ഉണ്ടാവും, ചിലതിൽ ഡിഗ്രി BSc MLT ഉണ്ടാവും, അല്ലെങ്കിൽ വെറും ഡിഗ്രി വിത്ത് DMLT ഡിപ്ലോമ MLT അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ കൊടുക്കുമ്പോൾ നേരെ വരും, നമ്മളെ പോസ്റ്റ് വരും, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം വരും, എയിംസ്, അങ്ങനെ എയിംസിന്റെ ഓരോ ഡിഫറെന്റ് സ്റ്റേറ്റിലുള്ള ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം വരും, ഓരോ ക്വാളിഫിക്കേഷൻ വരും, ഏജ് വരും. അപ്പൊ അത് പ്രോപ്പറായിട്ട് നോക്കുക. കാരണം ഓരോന്നിലും ഡിഫറെന്റ് ആണ്. ഇവിടെ കണ്ടോ 18 to 27 ആണ്, ഇവിടെ പക്ഷെ 21 to 30 ആണ്. അപ്പൊ അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നമ്മളെങ്ങനെ ശ്രദ്ധിക്കാണ്ട് അപ്ലൈ ചെയ്ത് എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോ അതിന് താഴെ നമ്മൾ നേരെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ ഇവിടെ നമ്മളെ ക്വാളിഫിക്കേഷൻ അടങ്ങിയത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ ഇപ്പൊ +2 സയൻസ് ആണോ അല്ലെങ്കിൽ BSc MLT ആണോ, ഇവിടെ കുറെ ഉണ്ട്, ഒരുപാടുണ്ട്. BSc മെഡിക്കൽ ലാബ് ടെക്നോളജി, അതുപോലെ ഡിപ്ലോമ മെഡിക്കൽ ലാബ് ടെക്നോളജി, +2 സയൻസ്, BSc മെഡിക്കൽ ലാബ് ടെക്നോളജി, അല്ലെങ്കിൽ ബാച്ചുലർ ഡിഗ്രി ഇൻ മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അങ്ങനെ ഒരുപാട് ക്വാളിഫിക്കേഷൻ വരും. അതിൽ നമുക്കറിയാം നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്. +2 സയൻസ് ആണോ, BSc MLT ആണോ, MSc MLT ആണോ, അതോ DMLT ആണോ. അപ്പൊ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക, അതിന്റെ സേവ് കൊടുക്കുക. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇനി അധികം സമയമില്ല, നമുക്ക് 1 മാസേ സമയമുള്ളൂ. നമ്മൾ ജൂലൈ 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഇനി ജൂലൈ 31-ാം തീയതി വരെയാണ് നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം. അതിനുശേഷം 25-ാം തീയതി തന്നെ എക്സാം ആണ്. അപ്ലൈ ചെയ്ത് കറക്റ്റ് ഒരു 20-25 ദിവസമേ ഉള്ളൂ, അപ്പോഴേക്കും എക്സാം ആവും. അപ്പോൾ ഇനി ലാസ്റ്റ് ഡേറ്റ് വരെ അപ്ലൈ ചെയ്യാൻ ആരും വെയിറ്റ് ചെയ്യണ്ട, ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്ത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മുടെ എഡ്യൂസ് അക്കാദമിയോട് കൂടെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ CREന്റെ ക്രാഷ് ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അഡ്മിഷനായിട്ട് ഈ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കാരണം അധികം സമയമില്ല, നമുക്ക് 1 മാസേ സമയമുള്ളൂ. അതുകൊണ്ട് വേഗം തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് പഠിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.